മോർണിംഗ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഷൂസ്ബറിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതൊരു എൻ്റെ ഒരു ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ചുമ്മാ വന്നതാണ് ഇവിടെ. രാത്രിക്ക് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആളുടെ വീട്ടിൽ പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവിടെയാണ് സെക്കൻഡ് ഡേയുടെ ബിഗിനിങ്. ഇനി ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കണ്ടാലോ. ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ, ചേട്ടനെ തിരിച്ച് പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ ചെന്നിട്ട് നമ്മളിവിടെ ബാക്ക് യാർഡിലേക്ക് പോവാണ്. ചേട്ടനും ആളുടെ ഫ്രണ്ടും ഇവിടെ ഉണ്ട്. ഇതാണ് ചേട്ടൻ. അത്യാവശ്യം നല്ലൊരു വ്യൂ ആട്ടോ ഇവിടുത്തെ ബാക്ക് യാർഡിൽ നിന്ന്. ഇതാണ് ഡെറിച്ചേട്ടൻ. ഇവിടെ ബാക്ക് യാർഡിലോട്ട് വന്നപ്പോഴാണ് ഒരു റോബ് ബോൾ കണ്ടത്. കുറേ നാളായി ഇതൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ചുമ്മാ ഒന്ന് തട്ടാന്ന് വിചാരിച്ചു. ചേട്ടൻ ഇവിടുത്തെ അത്യാവശ്യം പ്രോ പ്ലെയർ ആണ് കേട്ടോ, പ്രൊഫഷണൽ. ചേട്ടൻ്റെ കുറച്ച് ക്ലാസിക് ഷോട്ടുകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഡെറിച്ചേട്ടനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് കിരിച്ചാൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അവിടെയാണ് ഇനി നമ്മുടെ ബാക്കിയത്തെ ഡേ. പോണ വഴി ഇപ്പോൾ നമുക്ക് ചെറിയൊരു കാർ വാഷും സർവീസിങ്ങും ഉണ്ട്. ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഷെല്ലിൻ്റെ ഒരു പെട്രോൾ പമ്പിന് വന്നേക്കാട്ടോ. ഷെല്ലാണ് ഇവിടുത്തെ യുകെയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരിത്. ഇതാണ് നമ്മുടെ കാർ വാഷിങ്ങിൻ്റെ ഒരു സ്ഥലം. ഇവിടെ സെൽഫായിട്ട് ചെയ്യുന്നതിനാണ് പിന്നെയും റേറ്റ് കുറവുള്ളൂ. ബാക്കി സെൽഫായിട്ട് ചെയ്യുന്നതിനാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ബാക്കി ചെയ്തതിനായാൽ പോലും അധികം കൂടുതൽ റേറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ സെൽഫായിട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടാണ്. നമ്മൾ വരുന്ന വഴി കുറച്ച് ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിയായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു മലയാളി ചേട്ടനെ ഇതുപോലെ സാധനങ്ങൾ സെറ്റാക്കി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കയ്യിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഓണത്തിനുള്ളത്. അപ്പോൾ നമ്മൾ ഓണത്തിന് സദ്യ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും ഇതുപോലെ ഫ്രോസൺ ആയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ചൂടാക്കി അയക്കുന്ന ഒരു സെറ്റപ്പ് ആട്ടോ. എല്ലാം ഉണ്ടാക്കാൻ അത്യാവശ്യം ടാസ്ക് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കളി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗാണ്. ആലപ്പി റിപ്പിൾസ് ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞ് വെയിറ്റിങ്ങിലാണ് അടുത്ത ഇന്നിങ്സിലോട്ട്. അപ്പോൾ നമുക്ക് സദ്യ അൺപാക്ക് ചെയ്താലോ. ചേച്ചി അവിടെ അൺപാക്ക് ചെയ്തേ. ചേച്ചി കാലത്ത് കഞ്ഞി കുടിച്ചില്ലായിരുന്നു. എല്ലാ സാധനങ്ങളും ഫ്രോസൺ ആയിട്ടാണ്. നമ്മുടെ വാഴയില വരെ, വാഴയില ഫ്രോസൺ അല്ല കേട്ടോ. വാഴയിലല്ല, അത് നമ്മുടെ മറ്റേ നാട്ടിൽ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഇല തന്നെയാണ്. ഒരു ടേബിൾ മാറ്റും ഉണ്ട്. ടേബിൾ മാറ്റ്, ആയ വറുത്തത്, ഗൈഡ്, ഓ സമ്മാനം, സ്ക്രാച്ച് ആൻഡ് ബോണസ്, ശർക്കര വരട്ടി. 5 ആൾക്കുള്ളൊരു പാക്കാണ് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നത് കേട്ടോ. ഇത് സാധനങ്ങളുടെ ഗൈഡാണ്. അതിനൊക്കെ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലത്തെ ഇതാണ്. പപ്പടം, ബോളി എന്ത് സാധനം? ബോളി. എല്ലാ കറികളും ഇതുപോലെ ഫ്രോസൺ ആയി ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബോക്സുകളാണ്. ഇത് മൈക്രോവേവ് ആണോ അങ്ങനെ എന്തല്ലേ? സാമ്പാർ, പരിപ്പ്, സാമ്പാർ, കൂട്ടുകറി, എല്ലാം ഇതുപോലെ. അപ്പൊ ഏകദേശം ഒരു 4-8 20ഓളം കറികളുണ്ട്. വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയാണ്. പക്ഷെ ഒന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ. അപ്പൊ ഇനി നമ്മളിനി സമയമാകുമ്പോ എല്ലാം മൈക്രോവേവ് ചെയ്ത് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പൊ എല്ലാം സെറ്റായിട്ട് കാണാം കേട്ടോ. ഓണത്തിന്റെ ഒരു ഫോട്ടോഷൂട്ടിന് പോവാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്. മുടിയൊക്കെ ആകെ ഈരി വന്നതാണ്, അലമ്പായി.
ചേട്ടൻ GCD കൂടിയാണ് ഫോട്ടോഷൂട്ട്. നമ്മൾ ചെറിയൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്, അവിടെയാണ് പോലെ തിരിക്കുന്നത്. ഈ ഒരു പാർക്കിലേക്കാണ് കേട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് വന്നേക്കണേ. അവിടെ അപ്പുറത്ത് കുറേ കുട്ടികളൊക്കെ കളിക്കുന്നത് കാണാം. അപ്പോൾ നമുക്കിനി കുറച്ച് ഫോട്ടോസ് കണ്ടാലോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഫോട്ടോഷൂട്ട് കേട്ടോ. അടുത്തത് നമുക്കിന്നൊരു മാച്ച് ഉണ്ട്, കിറ്റി ചേട്ടൻ്റെ ക്ലബ്ബും വേറൊരു ക്ലബ്ബും തമ്മിൽ. അപ്പം ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിന്നൊരു ക്രിക്കറ്റ് കളി കാണാൻ വന്നേക്കാണ്. കിറ്റി ചേട്ടൻ ഇവിടുത്തെ ടീമിലെ മെയിൻ ആളാണ് കേട്ടോ. ഇതാണ് ചേച്ചി, ആളും വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ 40 ഓവറിൻ്റെ മാച്ചാണ്. ഇവിടെ ക്രിക്കറ്റ് ക്ലബ്ബുകൾ, 2 ക്രിക്കറ്റ് ക്ലബ്ബുകൾ അവരിവിടെ റെഡി ഇറങ്ങുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു സ്കോർ ബോക്സ് ആണ് കേട്ടോ. പ്ലെയേഴ്സ് റെഡി ആവുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വിജനമായിട്ടെല്ലാം ഓപ്പൺ സ്പേസസിലാട്ടോ. ഇതൊരു വേറൊരു ഗ്രൗണ്ടാണ്. ഇത് നമ്മുടെ സ്ക്രീനാണ്, ബോൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ബോൾ കാണാൻ വേണ്ടിയിട്ട് സോറി. ഗ്രൗണ്ട് പ്ലേയേഴ്സ് വാമപ്പ് ചെയ്യുന്നുണ്ട്. സ്കോർ ബോക്സും നമ്മുടെ ഓപ്പോസിറ്റ് ടീമിൻ്റെ പ്ലെയേഴ്സും. അത്യാവശ്യം അടിപൊളി സ്ഥലം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വേറൊരു രാജ്യത്ത് ഇതുപോലെ ക്രിക്കറ്റ് കളി കാണാനൊക്കെ വരുന്നത്. ചേട്ടൻ റെഡി വരുന്നുണ്ട്. ചേട്ടൻ ഓപ്പണിങ് ചെയ്യണില്ല എന്ന് പറഞ്ഞു, ചെറിയൊരു ചേഞ്ച് ഉണ്ട് അത്ര. അപ്പൊ നമ്മുടെ ഗ്രൗണ്ട് അടിപൊളി കാറ്റാണ് കേട്ടോ. ചേട്ടനപ്പോ ടീമിലോട്ട് പോവാണ്. കളി തുടങ്ങാണ്. ഇതേ ഫസ്റ്റ് ഗോൾ അറിയാൻ പോട്ടോ. എല്ലാ പ്ലേയേഴ്സും ഇൻഫീൽഡിലാണുള്ളത്, ആകെ ഒരാൾ മാത്രമാണ് ഔട്ട് ഫീൽഡിലുള്ളൂ. കളി അങ്ങനെ പ്രോഗ്രസ് ചെയ്യാണ്. പക്ഷേ വിക്കറ്റുകൾ കുറേ നമുക്ക് നഷ്ടപ്പെട്ടു, 1ഉം 2ഉം. പക്ഷേ റൺസ് അങ്ങനെ കയറാനായിട്ടൊരു ഇത്തിരി പാടായിരുന്നു. ഇവിടെ ക്രിക്കറ്റാണ് മെയിനെങ്കിലും ഒരു പാർക്കിൻ്റെ പോലെയും ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പട്ടീനെ കൊണ്ടൊരു വാക്കിന് വരാനും അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ട് ചുമ്മാ ഒരു ഔട്ടിങ്ങിന് വരാനും അങ്ങനെയായാലും ഈ സ്ഥലം കുറേ പേര് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അതേ ഒരു വിക്കറ്റ് പോയി, 3rd വിക്കറ്റ് പോയിട്ടാണ്. അപ്പോൾ അതേ അടുത്തത് നമ്മുടെ ചേട്ടനാണ് ഇറങ്ങാൻ പോണേ. ഇനറ്റ് 5 നമ്മുടെ കിറ്റി ചേട്ടൻ്റെ അവിടെ ഇറങ്ങുന്നുണ്ട്. ക്യാമറ ക്വാളിറ്റി ഇത്തിരി മോശമാണ്, സോറി. പിന്നെ ചേട്ടൻ അടിച്ച് കസറട്ടെ. ചേട്ടൻ്റെ ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യാൻ പോവാണ്. ഒരു ഡോട്ട് ബോളാണ് കേട്ടോ. ചേട്ടൻ അത്യാവശ്യം ഫോമിലാണ്. 3 4 അടിച്ചു, ഡബിൾസ് സിംഗിൾസ്, അങ്ങനെ ഒരു 20 റണ്ണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓൾറെഡി. ഇതേ സമയം അപ്പുറത്തെ ഗ്രൗണ്ടിൽ കളി നടക്കുന്നത് കാണാം കേട്ടോ. അറ്റ് എ ടൈം 2 games. കളി ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ നോൺ സ്ട്രൈക്കേഴ്സ് എന്തെങ്കിലും നല്ലൊരു ടെസ്റ്റ് മാച്ചിൻ്റെ ഒരു വൈബാണ്. 40 ഹവേഴ്സ് കളിയാണെങ്കിലും ടെസ്റ്റ് മാച്ചിൻ്റെ ഒരു പക്ക വൈബ് കിട്ടുന്നുണ്ട്. അപ്പുറത്തെ വേറൊരു കളി നടക്കുന്നുണ്ട്. 2 മാച്ചസ് ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാച്ചിനും ഭയങ്കര ഷൂസ്ബറിയിലാണ് കേട്ടോ. ഷൂസ്ബറിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പരിണാമ സിദ്ധാന്തത്തിലെ ഡാർവിൻ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും അദ്ദേഹം കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയത് ഇവിടെയാണ്. ബാക്കിൽ നമുക്കൊരു പുഴ കാണാൻ പറ്റും. ഇവിടെ പുഴ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നാട്ടിലത്തെ ഒരു ചെറിയൊരു കുളത്തിന്റെ ഒക്കെ നീളേ ഉള്ളൂ, നീളല്ല സോറി വീതിയുള്ളൂ. പക്ഷെ ഇത് ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ പറയണത് മഴക്കാലത്ത് ഇത് ഫ്ലഡ് പോലെ കവിഞ്ഞൊഴുകുന്ന പറയാം. അപ്പോൾ ലാൻഡ് മൊത്തം ഫില്ലാവും എന്നാണ് പറയുന്നത്. ഇവിടെ ചെറിയൊരു ഷൂസ്ബറിന് വേണ്ടി ചെറിയൊരു ഗൈഡ് പോലെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒന്ന് നോക്കാം. ഇതാണ് കേട്ടോ പുഴ. ഒരു 20-25 മീറ്ററോളാണ് വീതിയുള്ളൂ. പക്ഷേ മഴക്കാലത്ത് ഇത് എന്താ പറയുക, ഫ്ലഡ് പോലെ കവിഞ്ഞൊഴുകും. പിന്നെ ലാൻഡൊക്കെ ഇവിടുത്തെ വാക്ക് വേസും ഒക്കെ മുങ്ങുമെന്നാണ് ഇവിടുത്തെ ഒരു ആൾക്കാർ പറഞ്ഞത്. ഞാൻ ഇവിടെ മഴക്കാലത്ത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡിൽ മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷൂസ്ബറിനെ പറ്റി ചെറിയൊരു ഗൈഡ് പോലെ കൊടുത്തേക്കാണ്, ചെറിയൊരു ഇൻട്രൊഡക്ഷൻസ്
സംഭവങ്ങളൊക്കെ. ഡാർവിൻ്റെ ഷൂസ്ബെറി, പരിണാമ സിദ്ധാന്തത്തിലെ ഡാർവിൻ. ഇത് പണ്ടത്തെ ഷൂസ്ബെറിയുടെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്വാൻ, ചെറിയൊരു വാക്ക് വേ ഉണ്ട്. അവിടെ നിന്ന് തൊട്ടങ്ങോട്ട് മാറിയിട്ടാണ് നമ്മുടെ ക്രിക്കറ്റ് ഗ്രൗണ്ട് കേട്ടോ. ചേട്ടൻ ടീമാണ് ഇപ്പോൾ ബാറ്റ് ചെയ്യണത്. അപ്പോൾ മുന്നിൽ ചെറുതായിട്ട് തകർന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ സ്കോർ ബോർഡ് കാണാൻ പറ്റും. 57-ൽ 5 പേര് ഔട്ടായിരുന്നു. 17 ഓവറായിട്ടുള്ളൂ. 40 ഓവറിൻ്റെ ഒരു മാച്ചാണ്. പക്ഷേ അവർ പിക്കപ്പ് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കൊരു ദുഃഖകരമായ വാർത്തയുണ്ട്. ചേട്ടൻ ഔട്ടായി. ചേട്ടൻ ഒരു 20 റൺ എടുത്തിട്ടുണ്ട്. ബട്ട് സാഡ്ലി ചേട്ടൻ ഔട്ടായി. അപ്പോൾ നമ്മുടെ മുന്നിലാകെ തകർന്ന് തരിപ്പണായിട്ടോ. സോറി ഗൈസ്, സോ സോറി. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് 22 ഓവർ കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബ്രേക്കാണ് അവർക്ക്. അടുത്തുള്ളൊരു റിവറാണ് കേട്ടോ. നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഈ ഒരു റാമ്പ് അവർ ഉണ്ടാക്കിയേക്കണത് കയാക്കിങ്ങിനായിട്ടുള്ള കയാക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. കയാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇങ്ങനെ കെനോ പോലത്തെ ഒരു ചെറിയൊരു ബോട്ടിലിരുന്നിട്ട് 2 സൈഡിലും ഇങ്ങനെ പെഡൽസ് പോലെ സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ റോ ചെയ്ത് തുഴഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സ്പോട്ടാണ്. അതിങ്ങനെ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ഇറക്കാനായിട്ടുള്ളൊരു റാമ്പാണ് ഇവിടെ അവർ സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇന്നിങ്സിലെ ടാർഗറ്റ് കിരിച്ചാൻ്റെ ടീം എടുത്തത് 120 കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങി. 2 ഓവർ കഴിഞ്ഞു. കിരിച്ചാട്ടൻ കീപ്പർ ബാറ്റ്സ്മാനാണ്. സെക്കൻഡ് ഇന്നിങ്സിൽ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വിക്കറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം ടൈറ്റാണ് കേട്ടോ. അവർ നല്ല രീതിയിൽ ചേസ് ചെയ്യുന്നുണ്ട്. ഇനി 3 ഓവേഴ്സ് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്, ഒരു ടീ ബ്രേക്ക് പോലെ. അപ്പോൾ സ്കോർ നമ്മുടെ ഇവിടെ സ്കോർ ബോർഡിലുണ്ട്. 82-5, 23 ഓവറിന് ശേഷം. ഫസ്റ്റ് ഇന്നിങ്സിൽ 120. അപ്പോൾ 121 കേട്ടോ ടാർഗറ്റ്. കളി ഏകദേശം 2 പേർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കണേ കേട്ടോ. ഇപ്പോൾ ഓപ്പോസിറ്റ് ടീമിൻ്റെ 9 വിക്കറ്റും പോയിട്ടുണ്ട്. അതേസമയം അവർക്ക് ജയിക്കാനായിട്ട് 2 റണ്ണും മതി. ഭാഗ്യവശാൽ ഇതൊരു ഡോട്ട് ബോളായിട്ട് മാറിയിട്ടുണ്ട്. 1 റണ്ണും കൂടെ മതിയിട്ട് അവർക്ക് ജയിക്കാനായിട്ട്. ജസ്റ്റ് റൺ പോയി ഗൈസ്, കയ്യിൽ നിന്ന് പോയി. അപ്പോൾ നമ്മുടെ കളി കഴിഞ്ഞു. 120 ടാർഗറ്റ് 34 ഓവറിൽ അവർ കവർ ചെയ്തു കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് ടീം ജയിച്ചു. സോറി ഗൈസ്. കളി കഴിഞ്ഞിട്ട് ജസ്റ്റ് പിച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാൻ കരുതിട്ടോ. അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ്. സ്റ്റിച്ചിക്കാണ് നമുക്കിപ്പോഴും കളി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് സ്റ്റിച്ചിക്ക് കളിക്കുമ്പോൾ വിഷൻ കറക്റ്റ് ആവാൻ വേണ്ടി വയ്ക്കുന്നൊരു വൈറ്റ് ബോർഡാണ്. അതവർ ഡിസ്മാൻഡിൽ ചെയ്യുന്നൊരു ഇതാണ് കളി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാച്ച് കഴിഞ്ഞു. മാച്ചിൻ്റെ അവസാനത്തെ റിസൾട്ട് കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. ഓപ്പോസിറ്റ് ടീമാണ് ജയിച്ചത്. ഒരു വിക്കറ്റിനാണ് അവർ ജയിച്ചത്. അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ UK ആദ്യത്തെ ഓണാഘോഷം. പ്ലസ് അതിൻ്റെ ഇപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ചും കൂടി ഉണ്ട്. നിങ്ങളുടെ ഓണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.